നമസ്കാരം, ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 1201 ചിങ്ങമാസം 22 അതായത് 2025 സെപ്റ്റംബർ 7 ഞായറാഴ്ച പൂരിരുട്ടാതി നക്ഷത്രം കുംഭക്കൂറിൽ രാത്രി 9:50 1:22 മധ്യേ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു. രാഹുകേതുക്കളുടെ സമീപത്ത് സൂര്യചന്ദ്രന്മാർ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ഭൂമി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മധ്യത്തിൽ വരുമ്പോൾ. ഇതിൻ്റെ കാലയളവ് 3/3/2026 വരെയാണ്, 7 മാസത്തേക്ക്. ഇതിൻ്റെ ഫലമായി 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ചന്ദ്രഗ്രഹണ ശേഷം 12 രാശിക്കാർക്കും ഉണ്ടാകാൻ പോകുന്ന ഗുണദോഷ ഫലങ്ങളെയും ദോഷപരിഹാരങ്ങളെയും കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. മേടൻ രാശിയുടെ സർവാഭീഷ്ട സ്ഥാനത്താണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. ഇത് മേടൻ രാശിക്കാർക്ക് സെപ്റ്റംബർ 7 മുതൽ 7 മാസത്തേക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 7ര ശനിയുടെ പ്രയാസങ്ങളിൽ നിന്നും വ്യാഴത്തിൻ്റെ 3ാം ഭാവത്തിലെ സ്ഥിതിയിൽ നിന്നും ദോഷാനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മേടൻ രാശിക്കാർക്ക് ധനലാഭവും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും പ്രതാപവും കീർത്തിയും ലഭിക്കുന്നു. ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ വർദ്ധിക്കുന്നു. അടുത്തതായി ഇടവൻ രാശി. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിക്കാരുടെ കർമ്മഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾക്ക് ഇരട്ടി മധുരം നൽകിക്കൊണ്ടാണ് ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ 7 സംഭവിക്കുന്നത്. കർമ്മഗുണം വർദ്ധിക്കും. വ്യാപാരത്തിൽ വരുമാന വർധനവ്, കൃഷിയിൽ ആദായം, വിജ്ഞാനത്തിനും വിദ്യയ്ക്കും ഉയർച്ച എന്നിവയുണ്ടാകും. ഭൂഷണ വസ്തുക്കളുടെ ലഭ്യത, യശസ് എന്നിവയും ലഭിക്കുന്നു. അടുത്തതായി മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് സംഭവിക്കുന്ന ഗ്രഹണം ദൈവാധീന കുറവിനെയും ഭാഗ്യദോഷത്തെയും സൂചിപ്പിക്കുന്നു. മാനഹാനി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിതാവിന് രോഗപീഠകൾ ഉണ്ടാകാം. സന്താന ദുഃഖമുണ്ടാകാം. അടുത്തത് കർക്കടകൻ രാശി. പുണർദങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി. ഇവർക്ക് അഷ്ടമത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. രോഗികൾക്ക് രോഗം വർദ്ധിക്കാൻ ഇടയുണ്ട്. മനക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം. അപമാനം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തതായി ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങത്തിൻ്റെ 7ാം ഭാവത്തിലാണ് ഗ്രഹണം ഉണ്ടാകുന്നത്. ദമ്പതികൾ തമ്മിൽ കലഹങ്ങൾ വർദ്ധിക്കും. പങ്കാളിക്ക് ക്ലേശങ്ങൾ, ധനക്ലേശം എന്നിവയുണ്ടാകാം. യാത്ര കൊണ്ട് ഫലമുണ്ടാകുകയില്ല. വിവാഹാലോചനകൾ തടസ്സപ്പെടാം. വസ്തുക്കൾക്ക് നഷ്ടമുണ്ടാകാം. മനപ്രയാസം വർദ്ധിക്കും. അടുത്തതായി കന്നിരാശി. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിയുടെ 6ാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ധനധാന്യ സമൃദ്ധി, ശത്രുക്കളുടെ നാശം, രോഗമുക്തി എന്നിവയുണ്ടാകും. ഓപ്പറേഷനുകൾ തീരുമാനിച്ചിരിക്കുന്നവർക്ക് ഈ സമയത്ത് ചെയ്താൽ ഫലം കൂടുതലായിരിക്കും ലഭിക്കുക. 7 മാസത്തേക്ക് കുടുംബത്തിൽ സുഖവും സമാധാനവും സന്തോഷവും നിലനിൽക്കും. അടുത്തതായി തുലാൻ രാശി. ചിത്തിരേര, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. 5ാം ഭാവത്തിൽ ഗ്രഹണം സംഭവിക്കുന്നതിനാൽ ഇത് മനസ്സിനെയും ബുദ്ധിയെയും ബാധിക്കുന്നു. മനസ്സുഖം കുറയുന്നു. ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. ധനഹാനി, സുഖഹാനി എന്നിവയുണ്ടാകും. വിദ്യാർത്ഥികൾ ഈ സമയത്ത് ശ്രദ്ധയോടുകൂടി വേണം പഠിക്കാൻ. സന്താന ദുഃഖമുണ്ടാകാം. വിലപിടിപ്പുള്ള സാധനങ്ങൾ കൈമോശം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി വൃശ്ചികൻ രാശി. വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികത്തിൻ്റെ 4ാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. സ്ഥാന പരിവർത്തനമുണ്ടാകാം. ശാരീരിക ക്ലേശങ്ങളും മാനസികമായ ക്ലേശങ്ങളും ഉണ്ടാകാം. ബന്ധുവിരഹമുണ്ടാകാം. മാതാവിൽ നിന്നും പങ്കാളിയിൽ നിന്നും അകൽച്ച സംഭവിക്കുക. വാഹനം, വീട് എന്നിവയ്ക്ക് പണം ചിലവാക്കേണ്ടി വരും. വീട്ടിൽ വളർത്തുന്ന പൂച്ച, പട്ടി എന്നിവയിൽ നിന്ന് ശല്യമുണ്ടാകാം. സൂക്ഷിക്കണം. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ധനുരാശിയുടെ 3ാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നു. തൻ്റെ ഇടവും ധൈര്യവും ഉന്മേഷവും വർദ്ധിക്കും. ഉദ്യോഗ ലാഭമുണ്ടാകും.
സഹോദര ഗുണമുണ്ടാകും. വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൈവശം വരും. ധനവരവ് വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ്. അടുത്തതായി മകരം രാശി. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരം രാശി. മകരം രാശിയുടെ 2ാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. പണച്ചെലവ് വർദ്ധിക്കും. സന്താന ക്ലേശമുണ്ടാകും. വ്യർത്ഥമായ വഴക്കുകൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ബന്ധുവിരോധവും കാര്യപരാജയവും ഉണ്ടാകാം. അടുത്തതായി കുംഭൻ രാശി. അവിട്ടമര, ചതയം, പൂരിരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിയുടെ ജന്മരാശിയിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. പുണർദം, വിശാഖം, പൂരിരുട്ടാതി എന്നീ 3 നക്ഷത്രക്കാർ 7 മാസത്തേക്ക് വളരെ സൂക്ഷിക്കണം. മനസ്സുഖം നഷ്ടപ്പെടും. ധനച്ചിലവുകൾ വർദ്ധിക്കും. ശാരീരിക ക്ലേശങ്ങളും കാര്യതടസ്സവും പ്രതീക്ഷിക്കാം. ഈ സമയത്ത് വഴക്കുകൾക്കോ കേസുകൾക്കോ പോകാൻ പാടില്ല. പരാജയമായിരിക്കും ഫലം. ബന്ധുജനങ്ങൾക്ക് ആപത്തുണ്ടാകാം. അടുത്തതായി മീനൻ രാശി. പൂരിരുട്ടാതി, കാൽ, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. മീനൻ രാശിയുടെ 12ാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത്. പലതരത്തിലുള്ള ചിലവുകൾ ഉണ്ടാകാം. അനാവശ്യമായ യാത്രകളും പ്രവർത്തന ക്ലേശങ്ങളും ഉണ്ടാകും. സ്ഥാനഭ്രംശമുണ്ടാകാം. ദൂരയാത്ര, അലച്ചിൽ എന്നിവയെ കൂടി സൂചിപ്പിക്കുന്നു. ഗ്രഹണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആഹാരം കഴിക്കാൻ പാടില്ല. ഈ സമയത്ത് ഓം നമ ശിവായ എന്ന് ജപിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയും നല്ലതാണ്. ഗ്രഹണശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇനി വരുന്ന 7 മാസം നിത്യവും ഓം നമ ശിവായ എന്ന് 108 പ്രാവശ്യം ജപിക്കണം. ഞായറാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ ഹോമവും നടത്തുക. ദോഷങ്ങൾക്ക് വളരെ കുറവ് കിട്ടും. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.